ഹലോ സ്റ്റുഡൻസ്, നിങ്ങളുടെ എക്സാമിന് ഇൻറ്റേർണൽ മോഡൽ എക്സാമിന് ആദ്യത്തെ 2 മൊഡ്യൂളായിരിക്കും ലീനിയർ ആൾജിബ്രയുടെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ എക്സൈസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ ആ ഒരു ഭാഗം കൂടി നോക്കണം. ക്വസ്റ്റ്യൻ ബാങ്ക് ആയതുകൊണ്ട് തന്നെ എല്ലാ സെക്ഷനിൽ നിന്നും ഇത്ര ക്വസ്റ്റ്യൻസ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സൈസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ളതാണ്. എല്ലാത്തിൻ്റെയും ഹിൻറ്റും ആൻസർ ഉൾപ്പെടെ എല്ലാം തന്നെ ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ തന്നെ എനിക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂള് തീർന്നിരുന്നു. അപ്പോൾ അതിൽ അവസാന ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ആൻസറും ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ നിങ്ങളുടെ നോട്ടിൽ അതുണ്ട് തന്നിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളായിരുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇഫ് A is an n by n matrix, prove that homogeneous system Ax equal to 0 has only the trivial solution x equal to 0 if and only if A is invertible. അതായത് ഹോമോജീനിയസ് സിസ്റ്റം Ax equal to 0 എന്ന് പറയുന്ന ഹോമോജീനിയസ് സിസ്റ്റത്തിന് ട്രിവിയൽ സൊല്യൂഷൻ, അതായത് x equal to 0 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ if and only if A is invertible. ഒരു ക്രൈറ്റീരിയനാണ് ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള, ഹോമോജീനിയസ് സിസ്റ്റത്തിന് ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയനാണ് പറയുക A is invertible. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ചോദിക്കുന്നത്, അപ്പം A ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോളംസ് ആയിട്ട് വി കൺസിഡർ സ്മോൾ a1, സ്മോൾ a2, എക്സെട്ര an ആർ ദ n കോളംസ് ഓഫ് ക്യാപിറ്റൽ A, and we consider x is equal to the column matrix x1, x2, etc. xn. Then Ax equal to 0 എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുമ്പോൾ we get that is A into x is x1 a1 plus x2 a2 plus etc. xn an equal to 0 എന്ന് കിട്ടും. ഈക്വൽ ടു 0, അതായത് കോളംസ് a1, a2, എക്സെട്ര എന്നും എക്സ് എന്ന് പറയുന്ന കോളം മെട്രിക്സ് x1, x2, എക്സെട്ര xനും ആണെങ്കിൽ A ഇൻറ്റു എക്സ് എന്ന് പറയുന്ന x1 ഇൻറ്റു a1 പ്ലസ് x2 ഇൻറ്റു a2 പ്ലസ് എക്സെട്ര xn ഇൻറ്റു an ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഇക്വേഷന് ഒരു ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കും. ദാറ്റ് മീൻസ് ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ x equal to 0 ആണ്. x equal to 0 മീൻസ് x1 0 ആയിരിക്കണം, x2 0 ആയിരിക്കണം, എക്സെട്ര xn 0 ആയിരിക്കണം. ദാറ്റ് ഈസ് x1 a1 പ്ലസ് x2 a2 പ്ലസ് എക്സെട്ര xn an ഈക്വൽ ടു 0 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 ഈക്വൽ ടു എക്സെട്ര xn ഈക്വൽ ടു 0. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇംപ്ലൈസ്, if and only എന്നല്ല, ദാറ്റ് ഇംപ്ലൈസ് അല്ലെങ്കിൽ only if x1 ഈക്വൽ ടു x2 ഈക്വൽ ടു എക്സെട്ര xn ഈക്വൽ ടു 0. അതാണ് നമുക്ക് കാണിക്കേണ്ടത്. ഈക്വൽ ടു 0 if and only if A is invertible, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി x1 a1 Ax ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ x1 a1 പ്ലസ് x2 a2 പ്ലസ് എക്സെട്ര xn ഈക്വൽ ടു 0 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 ഈക്വൽ ടു എക്സെട്ര xn ഈക്വൽ ടു 0. അതായത് x1, x2, എക്സെട്ര xn എന്ന് പറയുന്നത് സ്കെയിലാർസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് a1, a2, എക്സെട്ര anൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എഴുതി വെച്ചിരിക്കുന്നു. x1, x2, എക്സെട്ര xn സ്കെയിലാർസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് a1, a2, സ്മോൾ a2, എക്സെട്ര anൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്. ഈക്വൽ ടു 0 വെക്ടർ ഇംപ്ലൈസ് സ്കെയിലാർസ് x1 ഈക്വൽ ടു x2 ഈക്വൽ ടു എക്സെട്ര xn ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ലീനിയർ കോമ്പിനേഷൻ a1, a2, എക്സെട്ര anൻ്റെ ലീനിയർ കോമ്പിനേഷൻ 0 കിട്ടാൻ ഒരേ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഏതാണ്? സ്കെയിലാർസ് എല്ലാം 0 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടീഷൻ ആയിരുന്നു? അതായിരുന്നു നമ്മുടെ ലീനിയർലി ഇൻഡിപെൻഡൻസിൻ്റെ കണ്ടീഷൻ. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഇംപ്ലൈസ് that is if and only if a1 ഇത് പോസിബിൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ that is if and only if a1, a2, എക്സെട്ര an ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അല്ല, ലീനിയർ ഇൻഡിപെൻഡൻറ്റ് കണ്ടീഷനാണ്. a1, a2, എക്സെട്ര an എന്ന് പറയുന്നത് n കോളംസ് ഓഫ് a ആണ്. അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ n കോളംസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. A n by n മെട്രിക്സ് ആണ്. സോ അതിന് n കോളംസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ കോളം റാങ്ക് എത്രയാണെന്ന് കിട്ടി? n ആണെന്ന് കിട്ടി. എയുടെ കോളം റാങ്കും എ എന്ന് പറയുന്ന മെട്രിക്സ് n by n മെട്രിക്സ് ആണ്. സോ അതിൻ്റെ കോളം റാങ്കും റോ റാങ്കും ഈക്വൽ ആണ്. അതിനെയാണ് നമ്മൾ റാങ്ക് എന്ന് വിളിക്കുന്നത്. സോ അതിന് കോളം റാങ്ക് n ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് അതിൻ്റെ റാങ്ക് എന്താണെന്ന് കിട്ടി? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് n ആണെന്ന് കിട്ടി. സോ a1, a2, എക്സെട്ര an ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ദാറ്റ് ഈസ് if and only if റാങ്ക് ഓഫ് എ ഈക്വൽ ടു n. if and only if റാങ്ക് ഓഫ് എ ഈക്വൽ ടു n. റാങ്ക് ഓഫ് എ n ആണ്. ഒരു n by n മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഫുൾ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? A is invertible. ഇൻവേർട്ടിബിലിറ്റി ക്രൈറ്റീരിയൻ ആണ്. that is if and only if A is invertible. if and only if A is invertible. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിനാണ് Ax equal to 0 has only the trivial solution if and only if A is invertible. if and only if A is invertible. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് നമ്മൾ A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോളംസ് കൺസിഡർ ചെയ്തുകൊണ്ട് അതിനെ കോളംസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി then അവിടെ ലീനിയർലി ഇൻഡിപെൻഡൻസിൻ്റെ ആ ഒരു കണ്ടീഷൻ യൂസ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറയാം A എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആയിരിക്കണം എന്നൊരു കണ്ടീഷനിലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് വരുന്നത് വെക്റ്റർ സ്പേസ് ആണോ ചെക്ക് ചെയ്യാനൊരു ക്വസ്റ്റ്യനാണ്. അതിന് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ സബ് സ്പേസ് അല്ലെങ്കിൽ ഒരു സബ് സ്പേസ് ആണോ അല്ലെങ്കിൽ വെക്റ്റർ സ്പേസ് ആണോ ചെക്ക് ചെയ്യുമ്പോൾ
നിങ്ങൾ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് സീറോ വെക്ടർ ഉണ്ടോ എന്നുള്ളതാണ്. ആ ഒരു കളക്ഷനിൽ ആ വെക്ടർ സ്പേസിൽ സീറോ വെക്ടർ ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ ക്ലോഷർ പ്രോപ്പർട്ടീസിലേക്ക് പോകുക. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ നോക്കേണ്ടത് സീറോ വെക്ടർ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാവരും തന്നെ ചെയ്തതാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെയുള്ള 1-2-3 ക്വസ്റ്റ്യൻസ് ആണ്. സബ് സ്പേസ് ആണ്, വെക്ടർ സ്പേസ് ആണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഫ്രം R to R. then ആ ഒരു കളക്ഷൻ സബ് സ്പേസ് ആണ്, വെക്ടർ സ്പേസ് ആണോ ചെക്ക് ചെയ്യാനൊരു ക്വസ്റ്റ്യൻ ആണുള്ളത്. അതായത് മാപ്പ് ആർ ആറിൻ്റെ ഒരു സബ് സ്പേസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഫ്രം R to R. നമുക്കറിയാം 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. സോ സബ് സ്പേസ് ആണോ ചെക്ക് ചെയ്യാൻ 2 കണ്ടീഷൻ നമുക്ക് ആവശ്യമുള്ളത്. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. വെക്ടർ അഡീഷൻ, സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആയിരിക്കണം അല്ലേ. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, ഏത് 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഫ്രം R to R എടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. സോ അഡീഷണൽ വെക്ടർ അഡീഷൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടി എടുത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതിനൊരു സ്കേലാർ, ഇവിടെ സ്കേലാർസ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് തന്നെയാണ്. മാപ്പ് RRൽ നമുക്കറിയാം സ്കേലാർസ് റിയൽ നമ്പേഴ്സ് തന്നെയാണ്. സോ എ റിയൽ നമ്പർ ഇൻറ്റു എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും കോൺസ്റ്റൻറ്റ് ഇൻറ്റു എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈസ് അഗെയിൻ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം R to R തന്നെയാണ്. സോ അവിടെയും സ്കലാർ മൾട്ടിപ്ലിക്കേഷനും ക്ലോസ്ഡാണ്. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം R to R എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ആണ്, അല്ലെങ്കിൽ സബ് സ്പേസ് ആണ്. ഇതേപോലെ തന്നെ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ്, സെറ്റ് ഓഫ് ഓൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ഫ്രം R to R എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമുക്ക് സബ് സ്പേസ് ആണെന്ന് പറയാം. കാരണം ഏത് 2 ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഫ്രം R to R എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതും ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആയിരിക്കും ഫ്രം R to R. ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഫ്രം R to R എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതും ഈസ് അഗെയിൻ എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഫ്രം R to R ആയിരിക്കും. സോ ആ ഒരു കളക്ഷൻ എന്ന് പറയുന്നതും സബ് സ്പേസ് ആയിരിക്കും. പിന്നെ സിമെട്രിക് ഫംഗ്ഷൻസ് സബ് സ്പേസ് ആണോ എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ് സ്പേസ് ആർ ദ സബ് സ്പേസ് ഓഫ് മാറ്റ് n/n(r). അതിലെ ഫസ്റ്റ് സെറ്റ് ഇതായിരുന്നു. സെറ്റ് ഓഫ് ഓൾ സിമെട്രിക് n/n മെട്രീസസ്. സിമെട്രിക് മെട്രീസിന് കണ്ടീഷൻ നമുക്കറിയാം A ട്രാൻസ്പോസ് A ആയിരിക്കണം, അല്ലെങ്കിൽ B ട്രാൻസ്പോസ് B ആയിട്ടുള്ള സെറ്റ് മെട്രീസസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അതേപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് സബ് സ്പേസ് ആണെന്ന് നമുക്കിവിടെ കിട്ടും. ദെൻ സെറ്റ് ഓഫ് ഓൾ n/n ഇൻവേർട്ടബിൾ മെട്രീസസ് സബ് സ്പേസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ പർട്ടിക്കുലർ കേസ് n=2 സെറ്റ് ഓഫ് ഓൾ 2/2 ഇൻവേർട്ടബിൾ മെട്രിക്സ് എടുത്തു. അവിടെ 2 ഇൻവേർട്ടബിൾ ഇത് ദാറ്റ് മീൻസ് അവിടെ ഞാൻ 2 ഇൻവേർട്ടബിൾ മെട്രിക്സ് കൺസിഡർ ചെയ്തു. ഒന്ന് 1 0 0 1 ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ്. അതേപോലെ തന്നെ -1 0 0 -1 2 ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ്. അതുകൊണ്ട് 2 ഇൻവേർട്ടബിൾ മെട്രിക്സ് ഞാൻ എടുത്തു. അത് നമ്മൾ ആഡ് ചെയ്തപ്പോൾ എനിക്ക് 0 മെട്രിക്സ് ആണ് കിട്ടുക, വിച്ച് ഇസ് നോട്ട് ഇൻവേർട്ടബിൾ, ഡിറ്റർമിനന്റ് 0 ആണ് വരിക. സോ സമ്മ് എന്ന് പറയുന്നത് 2 2/2 ഇൻവേർട്ടബിൾ മെട്രിക്സിൻ്റെ സമ്മ് ഇൻവേർട്ടബിൾ എപ്പോഴും ഇൻവേർട്ടബിൾ ആയിരിക്കണം നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അതൊരു സബ് സ്പേസ് അല്ല. അതേപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ നോൺ ഇൻവേർട്ടബിൾ മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനും 2 എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഫസ്റ്റ് വി കൺസിഡർ 1 0 0 0 എന്ന് പറയുന്നത് 2/2 മെട്രിക്സ് എടുത്തു. 0 0 0 1 എന്നുള്ള മെട്രിക്സ് 2/2 മെട്രിക്സ് എടുത്തു. അത് 2 നോൺ ഇൻവേർട്ടബിൾ മെട്രിക്സ് ആണ്. എന്നാൽ നമ്മൾ ആഡ് ചെയ്തപ്പോൾ എനിക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുക, വിച്ച് ഇസ് ഇൻവേർട്ടബിൾ മെട്രിക്സ് ആണ്. അപ്പം സം എന്ന് പറയുന്നത് 2 നോൺ ഇൻവേർട്ടബിൾ മെട്രിക്സ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ഇൻവേർട്ടബിൾ മെട്രിക്സ് ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ കളക്ഷൻ എന്ന് പറയുന്നത് സബ് സ്പേസ് അല്ല, ക്ലോസ്ഡ് അല്ല, അണ്ടർ അഡീഷൻ എന്ന് പറയും. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കൺസിസ്റ്റൻ്റ് ആണോ എന്നൊരു ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. x+y + z = a, x+2y + 3 = b, x+3y + 2 = c എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്. അത് കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത്. നോൺ ഹോമോജീനിയസ് സിസ്റ്റമാണ്, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരുന്നത്. അപ്പം സൊല്യൂഷൻ നമുക്കറിയാം, അതിൻ്റെ നമ്മൾ അതിന് കോഎഫിഷ്യൻ്റ് മെട്രിക്സ് കൺസിഡർ ചെയ്തു. സോ 1 1 1 2 3 1 3 2 എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് മെട്രിക്സ് കിട്ടി. then അതിൻ്റെ റോ എഷലോൺ ഫോം അല്ലെങ്കിൽ സ്റ്റെയർ സ്റ്റെപ്പ് ഫോം എഴുതി നോക്കി. അതിൽ നിന്ന് നമ്മൾ റാങ്ക് കണ്ടുപിടിച്ചു. സോ റാങ്ക് ഓഫ് A = 3 എന്ന് കിട്ടി. നമ്മൾ റിസൾട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള Ax = b എന്ന് പറയുന്ന നോൺ ഹോമോജീനിയസ് സിസ്റ്റം എടുക്കുമ്പോൾ A എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ഇൻവേർട്ടബിൾ ആണെങ്കിൽ Ax = b യുടെ ഒരു സൊല്യൂഷൻ ഫോം എന്ന് പറയുന്നത് x = A ഇൻവേഴ്സ് b ആയിരിക്കും. Ax = b എന്ന് പറയുന്ന നോൺ ഹോമോജീനിയസ് സിസ്റ്റം എടുക്കുമ്പോൾ അവിടെ A എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ഇൻവേർട്ടബിൾ ആണെങ്കിൽ x = A ഇൻവേഴ്സ് × b എന്ന് പറയുന്നത് ആ നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ ഒരു സൊല്യൂഷൻ ഫോം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ റാങ്ക് ഓഫ് A 3 ആണെന്ന് കിട്ടി. നമുക്കറിയാം 3/3 മെട്രിക്സ് ആണ്. സോ ഫുൾ റാങ്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ A എന്ന് പറയുന്ന മെട്രിക്സ് ഇൻവേർട്ടബിൾ ആണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും ഓഫ് ദ ഫോം A ഇൻവേഴ്സ് × b എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷനെ പറ്റി നമുക്കറിയാം, ഇൻവേർട്ടർ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന്, കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. A ഇൻവേഴ്സ് b ആണ് അതിൻ്റെ സൊല്യൂഷൻ ഫോം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻറ്റ് സിസ്റ്റമാണെന്ന് നമുക്ക് പറയാം. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് കോളം മെട്രിക്സ് 1 1 1, കോളം മെട്രിക്സ് 1 1 1, കോളം മെട്രിക്സ് 1 2 3 1 3 2 എന്ന് പറയുന്ന ആ ഒരു സെറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പാനിങ് സെറ്റ് എന്തായിരിക്കും ചോദിക്കുന്നുണ്ട്. സെറ്റ് കോളം മെട്രിക്സ് 1 1 1, 1 2 3, കോളം മെട്രിക്സ് 1 3 2 എന്ന് പറയുന്ന ആ ഒരു കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്പാനിങ് സെറ്റ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് മാറ്റ് 3/1r സ്പാൻ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാറ്റ് 3/1r സ്പാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാറ്റ് 3/1r ഏതൊരു
എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും എനിക്കതിനെ 1 1 1 എന്ന് പറയുന്ന കോളം മെട്രിക്സിൻ്റെയും 1 2 3 എന്ന് പറയുന്ന കോളം മെട്രിക്സിൻ്റെയും 1 3 2 എന്ന് പറയുന്ന കോളം മെട്രിക്സിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതല്ലേ കണ്ടീഷൻ? അതാണ്. മാറ്റ് 3/1 ഏത് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും എനിക്കതിനെ ഈ 3 കോളം മെട്രിക്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, സ്പാനിങ് സെറ്റ് ആകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊരു മാറ്റ് 3/1 ആർബിട്രറി എലമെൻറ്റ് ചൂസ് ചെയ്തു. കോളം മെട്രിക്സ് A B C belongs to മാറ്റ് 3/1 and if possible suppose that column matrix A B C is equal to x into column matrix 1 1 1 plus y into column matrix 1 2 3 plus z into column matrix 1 3 2 എന്നെടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സും വൈയും ഇസഡും അങ്ങനെ ഒരു അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള സ്കേലാർസ് എക്സും വൈയും ഇസഡും എക്സിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ സെറ്റ് തന്നിരിക്കുന്ന സെറ്റ് മാറ്റ് 3/1 സ്പാൻ ചെയ്യും. അല്ലെങ്കിൽ മാറ്റ് 3/1 ഏത് ABC എടുത്തു കഴിഞ്ഞാലും എനിക്കതിന് ഈ 3 കോളം മെട്രിക്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് കാണിച്ചാൽ മതി? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സും ഒരു വൈയും ഒരു ഇസഡും അവിടെ സ്കേലാർസ് എക്സും വൈയും ഇസഡും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. അതായത് 3 ഇക്വേഷൻ. ഒന്ന് പറയുന്നത് A = x + y + z, മറ്റൊരു ഇക്വേഷൻ B = x + 2y + 3z, മറ്റൊരു ഇക്വേഷൻ C = x + 3y + 2z എന്നുള്ള ഇക്വേഷനാണ്. 3 ഇക്വേഷൻസ് കിട്ടും. അതുതന്നെയാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ആദ്യം എഴുതിയ സിസ്റ്റം എന്ന് പറയുന്നത്. x + y + z = a എന്ന് പറയുന്നത്, x + 2y + 3z = b എന്ന് പറയുന്നത്, x + 3y + 2z = c എന്ന് പറയുന്ന ആ സിസ്റ്റം. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഈ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സും വൈയും ഇസഡും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ എക്സും വൈയും ഇസഡും ഈ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എക്സും വൈയും ഇസഡും എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കാണിച്ചാൽ മതി? ഈ നോൺ ഹോമോജിനിയസ് സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? എക്സും വൈയും ഇസഡും ഉണ്ടെന്ന് കാണിക്കുന്നതിന് പകരം ഈ നോൺ ഹോമോജിനിയസ് സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. അതിപ്പോൾ നമ്മൾ കാണിച്ചു. കൺസിസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് കിട്ടി, സൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് കിട്ടി. ഇൻവേർട്ടബിൾ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഇൻവേർട്ടബിൾ ആയതുകൊണ്ട് തന്നെ സൊല്യൂഷൻ ഉണ്ട്. അപ്പം എന്ത് പറയാം? അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ, ഈ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സും വൈയും ഇസഡും ഉണ്ടെന്ന് പറയാം. ദാറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സും ഒരു വൈയും ഒരു ഇസഡും എനിക്ക് എപ്പോഴും പറയാൻ പറ്റും. ഏത് ABC ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇത്തരത്തിലൊരു എക്സും ഇത്തരത്തിലൊരു വൈയും ഇത്തരത്തിലൊരു ഇസഡും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് തന്നിരിക്കുന്ന സെറ്റ് മാറ്റ് 3/1 സ്പാൻ ചെയ്യുന്നുണ്ടെന്ന് പറയാം. മനസ്സിലായല്ലോ? therefore മാറ്റ് 3/1 is equal to span set 1 1 1 matrix 1 2 3, 1 3 2. Okay. Better question. Let R2 of x be the vector space of all real polynomials with degree at most 2 or degree less than or equal to 2. Does P of x set to P of x Q of x span R2 of x? R2 of x സ്പാൻ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ P of x വന്നിട്ടുണ്ട്, Q of x വന്നിട്ടുണ്ട്. അപ്പം R2 of x സ്പാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ R2 of x ഏത് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിന് P of x Q of x ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഞാൻ R2 of x ഒരു കോൺസ്റ്റൻറ്റ് പോളിനോമിയലായ 1 ചൂസ് ചെയ്യണം. അപ്പോൾ P of x Q of x ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. P of x Q of x ഏതൊക്കെ ലീനിയർ കോമ്പിനേഷൻ നിങ്ങൾ എടുത്താലും അതിലൊരിക്കലും എനിക്കതിനെ വണ്ണിൻ്റെ അല്ലെങ്കിൽ അതിൽ നിന്നും എനിക്ക് 1 ഫോം ചെയ്യാൻ പറ്റത്തില്ല. So we cannot write the constant polynomial 1 belongs to R2 of x as a linear combination of P of x and Q of x. അതുകൊണ്ട് നമുക്ക് പറയാം ആ കളക്ഷൻ, ആ സെറ്റ് എന്ന് പറയുന്നത് R2 of x സ്പാൻ ചെയ്യുന്നില്ല. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, does the set 2x2 matrix 1 1 0 0 0 0 1 1 1 0 0 1 0 1 1 1 does this set spans മാറ്റ് 2/2 R? അത് മാറ്റ് 2/2 സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറ്റ് 2/2 സ്പാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാറ്റ് 2/2 ഏതൊരു മെട്രിക്സ് ABCD എടുത്തു കഴിഞ്ഞാൽ എനിക്കതിനെ ഈ പറഞ്ഞ E1 E2 ഞാൻ E1 E2 E3 E4 എന്ന് വിളിച്ചു എളുപ്പത്തിൽ 2/2 മെട്രിക്സിന്. അപ്പോൾ E1 E2 E3 E4 ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു λ1 ഒരു λ2 ഒരു λ3 ഒരു λ4 അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. എന്ന് പറയാൻ നമ്മൾ എഴുതി വരുമ്പോൾ E1 E2 E3 E4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഇത്രയും ഈ ഇക്വേഷൻസ് കിട്ടി, 4 ഇക്വേഷൻസ് കിട്ടി. എന്ന് പറയാൻ ശരിക്കും എന്താണ്? ഇതൊരു നോൺ ഹോമോജിനിയസ് സിസ്റ്റമാണ്. ഇവിടുത്തെ വേരിയബിൾസ് ഏതാണ്? λ1 λ2 λ3 λ4 ആണ്. അപ്പോൾ 4 വേരിയബിൾസുള്ള ഒരു നോൺ ഹോമോജിനിയസ് സിസ്റ്റമാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നോൺ ഹോമോജിനിയസ് സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു λ1 λ2 λ3 λ4 ഉണ്ടെന്ന് കാണിച്ചാൽ മതി. ശരിയല്ലേ? ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന λ1 λ2 λ3 λ4 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഈ നോൺ ഹോമോജിനിയസ് സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. അല്ലേ? അതാണ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ നോൺ ഹോമോജിനിയസ് സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിതിന് കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതുക നോൺ ഹോമോജിനിയസ് സിസ്റ്റത്തിൻ്റെ അതിൻ്റെ റോ എച്ചലോൺ ഫോം എഴുതി നോക്കുക. അപ്പോൾ അതിൽ നിന്ന് റാങ്ക് നമുക്ക് പറയാൻ പറ്റും.
സോ അതിൻ്റെ റാങ്ക് എഴുതുമ്പോൾ എനിക്ക് അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് A4 തന്നെയാണ് കിട്ടുക. അതിൽ എഴുതി നോക്കണം. റാങ്ക് ഈക്വൽ ടു 4 കിട്ടും. 4/4 മെട്രിക്സ് ആയിരുന്നു A. അതിൻ്റെ റാങ്ക് 4 കിട്ടി. ഫുൾ റാങ്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം A എന്ന് പറയുന്ന മെട്രിക്സ് ഇൻവേർട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ ഫോം എന്ന് പറയുന്നത് x ഈക്വൽ ടു A ഇൻവേഴ്സ് B എന്ന് പറയുന്നതായിരിക്കും ഈ നോൺ ഹോമോജീനിയസ് സിസ്റ്റം സൊല്യൂഷൻ. ഇപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു λ1, λ2, λ3, λ4 എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു λ1 ഉണ്ട്, λ2 ഉണ്ട്, λ3 ഉണ്ട്, λ4 ഉണ്ട്. ഏത് ABCD ചൂസ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ E1, E2, E3 E4 എന്ന് പറയുന്ന ആ സെറ്റ് മാറ്റ് 2/2 R സ്പാൻ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഈസ് ദ സെറ്റ് 1 0 0 കോളം മെട്രിക്സ് -1 2 1 2 2 1 1 എന്ന് പറയുന്നത് ഈസ് ദ സെറ്റ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് മാറ്റ് 3/1. അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 3 കോളംസ് മെട്രിക്സാണ്. അപ്പോൾ ആ 3 കോളംസ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു മെട്രിക്സ് ഫോം ചെയ്തു. ഇതാണ് ഫസ്റ്റ് കോളം മെട്രിക്സ് എടുത്തു. ഇത് സെക്കൻഡ്, തേർഡ്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ മെട്രിക്സ് A എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തി. ഞാൻ എയുടെ റാങ്ക് കണ്ടുപിടിച്ചു. എയുടെ റാങ്ക് കണ്ടുപിടിക്കുമെങ്കിൽ റാങ്ക് 3 ആണ് കിട്ടുക. റാങ്ക് 3 ആണെന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിൻ്റെ കോളം റാങ്ക് 3 ആണെന്നാണ് അല്ലേ. കോളം റാങ്ക് റോ റാങ്കും ഈക്വൽ ആണ്. അതിനെയാണ് നമ്മൾ റാങ്ക് എന്ന് ഡിഫൈൻ ചെയ്ത്. സോ ഇതിൻ്റെ റാങ്ക് 3 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയുടെ കോളം റാങ്ക് 3 ആണെന്നുള്ളതാണ്. കോളം റാങ്ക് റോ റാങ്ക് 3 ആണ്. നമുക്കിവിടെ കോളം റാങ്ക് മതി. അപ്പോൾ ഇതിന് കോളം റാങ്ക് 3 ആണ്. കോളം റാങ്ക് 3 ആണെന്ന് പറഞ്ഞാൽ ഇതിലെ 3 കോളംസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതിലാകെ 3 കോളംസേ ഉള്ളൂ. ആ 3 കോളംസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ്. ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ് കോളം മെട്രിക്സ് ആയിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഈ കോളമാണ്. ഇതിൻ്റെ തേർഡ് കോളം എന്ന് പറയുന്നത് ഈ കോളം മെട്രിക്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈ 3 കോളംസും അല്ലെങ്കിൽ ഈ 3 കോളം മെട്രിക്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ചെക്ക് ചെയ്യാം. ദെൻ മറ്റൊരു ക്വസ്റ്റൻ, ഡിറ്റർമൈൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സെറ്റ്സ് ഓഫ് മാറ്റ് 2/2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇതിൽ ഈ 3 2/2 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിലേതൊക്കെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടീഷൻ, സപ്പോസ് വി കൺസിഡർ ദർ ഇസ് സ്കേലാർ λ1 ഇൻറ്റു ഫസ്റ്റ് മെട്രിക്സ് പ്ലസ് λ2 ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് പ്ലസ് λ3 ഇൻറ്റു തേർഡ് മെട്രിക്സ് എടുത്തു, ഈക്വൽ ടു 0 മെട്രിക്സ് എടുത്തു. പിന്നെ അതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തപ്പോൾ λ1, λ2, λ3 3 0 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ 3 മെട്രിക്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ക്വസ്റ്റൻ, ഡിറ്റർമൈൻ ദ സെറ്റ് x, 3 + x², x + 2x² ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് R2x. അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ സപ്പോസ് വി കൺസിഡർ ദർ ഇസ് സ്കേലാർസ് λ1, λ2, λ3 സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ. പിന്നെ അതിൽ നമുക്ക് λ1, λ2, λ3 0 ആണെന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. മറ്റൊരു സെറ്റ് തന്നിട്ടുണ്ട് -2 + x, 3 + x, 1 + x² ഈസ് ദ സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അതേപോലെ മറ്റൊരു സെറ്റ് -5 + x + 3x², 13 + x, 1 + x + 2x² ഈസ് ദ സെറ്റ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. അതേപോലെ നമ്മൾ λ1, λ2, λ3 ചൂസ് ചെയ്തുകൊണ്ട് ആ രീതിയിൽ ഇക്വേഷൻ ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നുണ്ട് അതിൽ. അപ്പോൾ ഇവിടെ λ1, λ2, λ3 സോൾവ് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ ഇതിൻ്റെ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളായിരിക്കും. അത് λ1, λ2, λ3 0 ആകുന്ന സൊല്യൂഷൻ മാത്രമാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുന്ന കേസ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഹോമോജീനിയസ് സിസ്റ്റമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനാണ് നമുക്ക് അറിയേണ്ടത്. സാറ്റിസ്ഫൈ ചെയ്യുന്ന λ1, λ2, λ3 വാല്യൂ എന്താണെന്നാണ് നമുക്കറിയേണ്ടത്. അത് 0 മാത്രമേ ഉള്ളെങ്കിൽ ആ തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. സ്കെലാർസ് 0 മാത്രമേ ഉള്ളെങ്കിൽ. ഒരു നോൺ സീറോ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ അത് കോഎഫിഷ്യൻ മെട്രിക്സ് നമ്മൾ എഴുതി. കോഎഫിഷ്യൻ മെട്രിക്സ് എഴുതി റാങ്ക് കണ്ടുപിടിച്ചു. റാങ്ക് കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 2, ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. നമ്മൾ റിസൾട്ട് പഠിക്കുന്നുണ്ട്. Ax = 0 എന്ന് പറയുന്ന ഹോമോജീനിയസ് സിസ്റ്റത്തിന് ആസ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഈഫ് ആൻഡ് ഓൺലി റാങ്ക് ഓഫ് എ സ്ട്രിക്ട്ലി ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണ്. അപ്പോൾ ഇവിടെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആയതുകൊണ്ട് തന്നെ Ax = 0 എന്ന് പറയുന്ന ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അതിലെ ഒരു λi വാല്യൂ എങ്കിലും എന്തായിരിക്കും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ എടുക്കുമ്പോൾ ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു λi വാല്യൂ എങ്കിലും നോൺ സീറോ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്കവിടെ കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു λi വാല്യൂ എങ്കിലും നോൺ സീറോ ആയിരിക്കും. സോ അറ്റ്ലീസ്റ്റ് ഒരു സ്കെലാറെങ്കിലും നോൺ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം,
ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ആ സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഡിറ്റർമിൻ ദ സെറ്റ് 3 tuple 1 1 1 1 2 3 2 minus 1 1 is a basis of R3. R3യുടെ ബേസിസ് ആണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ബേസ് ആണെന്നുള്ള ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, സ്പാൻ ചെയ്യണം, R3യെ സ്പാൻ ചെയ്യണം. നമ്മൾ റിസൾട്ട് പഠിക്കുന്നുണ്ട്, ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ n ആണെങ്കിൽ ആ വെക്റ്റർ സ്പേസിൽ n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റും അതിൻ്റെ ബേസിസ് ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഈ തന്നിരിക്കുന്ന സെറ്റിൽ 3 എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ, 3 tuple 1 1 1 1 2 3 2 minus 1 1, 3 എലമെൻറ്റ്സ് ഉണ്ട്. R3യുടെ ഡയമെൻഷൻ നമുക്കറിയാം, R3യുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഏത് സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റും R3യുടെ ബേസ് ആവും. അപ്പോൾ നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി, ഈ 3 എലമെൻറ്റ്സ് ഉള്ള ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് മാത്രം നോക്കിയാൽ മതി. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ സെറ്റ് R3യുടെ ബേസ് ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനെ 3 റോസ് ഉപയോഗിച്ച് ഞാനൊരു മെട്രിക്സ് ഫോം ചെയ്തു. ഫസ്റ്റ് റോ ആയിട്ട് 1 1 എടുത്തു, സെക്കൻഡ് റോ 1 2 3 എടുത്തു, തേർഡ് റോ 2 minus 1 ആയിട്ട് മെട്രിക്സ് എടുത്തു. അതിൻ്റെ റാങ്ക് കണ്ടുപിടിച്ചു. റാങ്ക് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് 3 ആണ് കിട്ടുക. ദാറ്റ് മീൻസ് ആ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെന്ന് എനിക്ക് കിട്ടി. ഇൻവേർട്ടിബിൾ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇൻവേർട്ടിബിൾ ആണെന്നുള്ള കേസ് നമുക്കിവിടെ ആവശ്യമില്ല. ദെർഫോർ അതിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെയില്ല. ഓക്കെ, അപ്പോൾ റാങ്ക് 3 എന്ന് കിട്ടി. റാങ്ക് 3 ആണെന്ന് പറഞ്ഞാൽ ഇതിലെ ഈ മെട്രിക്സിലെ 3 റോ, ദാറ്റ് ഈസ് റാങ്ക് ഓഫ് എ 3 ആണെന്ന് പറഞ്ഞാൽ റോ റാങ്ക് എത്ര വരും? റോ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 3 തന്നെയാണ്, കോളം റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 3 തന്നെയാണ്. അപ്പോൾ നമുക്ക് റോ റാങ്ക് മതി. റോ റാങ്ക് ഓഫ് എ 3 ആണെന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിൽ എ എന്ന് പറയുന്ന മെട്രിക്സിലെ 3 റോസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ആകെ 3 റോസേ ഉള്ളൂ. അപ്പോൾ ഈ റോ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഈ 3 റോസും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന 3 റോ മെട്രിക്സും 3 ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 3 tuple 1 1 ആയിരുന്നു, സെക്കൻഡ് റോ 3 tuple 1 2 3 ആയിരുന്നു, തേർഡ് റോ 3 tuple 2 minus 1 ആണ് എന്ന് പറഞ്ഞാൽ ആ 3 3 tuples ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അതിൻ്റെ അതിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത് ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും ഈ 3 tuples അതിൻ്റെ ബേസിസ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 3 1 1 3 tuple 1 1 1 3 tuple 1 2 3 3 tuple 2 minus 1 1 എന്ന് പറയുന്ന 3 tuple തന്നെ എടുത്താൽ മതി. ഇത് തന്നെ വേണമെന്നില്ല, തന്നിരിക്കുന്ന സെറ്റ് തന്നെ അതിൻ്റെ ബേസ് ആയിട്ട് മാറും. അതല്ലെങ്കിൽ നമ്മൾ റോ എഷണൽ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തപ്പോൾ ലാസ്റ്റ് കിട്ടിയ മെട്രിക്സിൽ നിന്നും നിങ്ങൾക്ക് ആ കൺസിഡർ ചെയ്തിരിക്കുന്ന 3 tuples ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അതും ബേസ് ആയിട്ട് മാറും, R3യുടെ ബേസ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ n ആണെങ്കിൽ n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്, ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് അതിൽ എടുത്തു കഴിഞ്ഞാലും അത് ആ വെക്റ്റർ സ്പേസിന് ബേസ് ആയിട്ട് മാറും. മറ്റൊരു ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ദ സെറ്റ് ഈസ് എ ബേസിസ് ഓഫ് R4ൻ്റെ ബേസ് ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അതേ കാര്യം നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ആ റോസ് യൂസ് ചെയ്തുകൊണ്ട് ഞാനൊരു മെട്രിക്സ് ഫോം ചെയ്തു, ആ 4 tuples യൂസ് ചെയ്തുകൊണ്ട് ഞാൻ മെട്രിക്സ് ഫോം ചെയ്തു, എ എന്ന് പറയുന്ന മെട്രിക്സ്. ദെൻ എയുടെ റാങ്ക് കണ്ടുപിടിച്ചാൽ അതിന് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടി എ ട്രാൻസ്പോസ് എഴുതിയാണ്. കാരണം എ ട്രാൻസ്പോസിൻ്റെയും എയുടെയും റാങ്ക് സെയിം ആണെന്നുള്ള റിസൾട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എ ട്രാൻസ്പോസിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുകയാണ് കുറച്ചുകൂടി എളുപ്പം. അതുകൊണ്ട് ഞാൻ അതിനെ എ ട്രാൻസ്പോസ് എഴുതി, എ ട്രാൻസ്പോസിൻ്റെ റാങ്ക് കണ്ടുപിടിച്ചു. ഇപ്പോൾ റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് എനിക്ക് 4 കിട്ടി. ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു 4 എന്ന്. അപ്പോൾ എയുടെ റാങ്ക് 4 കിട്ടി എന്ന് പറഞ്ഞാൽ ഈ 4 റോസും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന 4 tuples ലീനിയർലി ഇൻഡിപെൻഡൻ്റ്. അപ്പോൾ R4ൻ്റെ ഡയമെൻഷൻ 4 ആണെന്ന് നമുക്കറിയാം. ദാറ്റ് മീൻസ് 4 ആയതുകൊണ്ട് തന്നെ R4ൽ 4 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റും R4ൻ്റെ ബേസ് ആയിരിക്കും. അതുകൊണ്ട് തന്നിരിക്കുന്ന ആ ഒരു 4 tuple എന്ന് പറയുന്നത് R4ൻ്റെ ബേസ് ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഈ ഒരു റിസൾട്ടുകൾ പറഞ്ഞു പോകണം, ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ. ഓക്കെ, ക്ലിയർ ആയല്ലോ? മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. എക്സ്പ്രസ് എ ജനറൽ വെക്ടർ ABCD ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദിസ് ബേസ് എലമെൻറ്റ്സ്. ABCD എന്ന് പറയുന്ന R4 ആർബിട്രറി എലമെൻറ്റിനെ ഈ പറഞ്ഞ 4 4 tuples ലീനിയർ കോമ്പിനേഷനായിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് ലാസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ABCD λ1 ഇൻറ്റു ഫസ്റ്റ് 4 tuple പ്ലസ് λ2 ഇൻറ്റു സെക്കൻഡ് പ്ലസ് λ3 ഇൻറ്റു തേർഡ് പ്ലസ് λ4 ഇൻറ്റു ഫോർത്ത് 4 tuple ആയിട്ട് എടുത്തു. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം കിട്ടും. λ1 λ2 λ3 λ4 ആർ ദ വേരിയബിൾസ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ λ1 λ2 λ3 λ4 കണ്ടുപിടിക്കണം. അപ്പോൾ നോൺ ഹോമോജീനിയസ് സിസ്റ്റം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മെട്രിക്സ് നമ്മൾ പഠിച്ചപ്പോഴാണ് പഠിക്കുന്നുണ്ട് നോൺ ഹോമോജീനിയസ് സിസ്റ്റം എങ്ങനെ സോൾവ് ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് വേരിയബിൾ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളൂ. അപ്പോൾ കറസ്പോണ്ടിങ് എഷ്ലോൺ ഫോം എഴുതിക്കൊണ്ട്
അല്ലെങ്കിൽ കാനോനിക്കൽ ഫോം എഴുതിക്കൊണ്ട് അതിൽ നിന്ന് നമുക്ക് ആ സൊല്യൂഷൻ ഫോമിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാവുന്നതാണ് ഈ സിസ്റ്റത്തിന്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് λ1, λ2, λ3, λ4 കണ്ടുപിടിക്കുക, സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ ബേസിസ് ഓഫ് സ്പാൻ എക്സ് ആൻഡ് എക്സ്റ്റെൻഡ് ദിസ് ബേസിസ് ഓഫ് R4. 2213 7555 3221 2121 എന്ന് പറയുന്ന 4 ഫോർ ട്രിപ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് ഞാൻ മെട്രിക്സ് ഫോം ചെയ്തു. അപ്പോൾ നമുക്ക് അതിൽ എത്ര ഫോർ ട്രിപ്പിൾസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ആദ്യം പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എയുടെ റാങ്ക് കണ്ടുപിടിച്ചു, എയുടെ റോഷൻ ഫോം കണ്ടുപിടിച്ചു. അപ്പോൾ അതിൽ ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0 ആണ് വരിക. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 റോസ് ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവിടെ റോഷൻ ഫോം എഴുതിയപ്പോൾ ആദ്യത്തെ 3 റോസാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന ഫോർ ട്രിപ്പിൾസിൽ ആദ്യത്തെ 3 ഫോർ ട്രിപ്പിൾസ് ആയിരിക്കും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. റോഷൻ ഫോം എഴുതുമ്പോൾ ഏതൊക്കെ റോസ് ആണോ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റോഷൻ ഫോമിൽ കിട്ടുന്നത് അതനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ഫോർ ട്രിപ്പിൾസ് ആയിരിക്കും തന്നിരിക്കുന്ന സെറ്റിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകും. ഇവിടെ ആദ്യത്തെ 3 റോസാണ് റോ എഷലോൺ ഫോമിൽ, ആദ്യത്തെ 3 റോസാണ് റോ എഷലോൺ ഫോമിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടിയത്. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന സെറ്റിലെ ആദ്യത്തെ 3 ഫോർ ട്രിപ്പിൾസ് ആയിരിക്കും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക. നാലാമത്തെ ഒഴികെയുള്ള ആദ്യത്തെ 3 ഫോർ ട്രിപ്പിൾസ് ആയിരിക്കും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക. മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഓൾസോ സ്പാൻ എക്സ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തേതും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയി പോവുക എന്ന് പറഞ്ഞതിന് മീനിങ് എന്താണ്? നാലാമത്തെ ഫോർ ട്രിപ്പിളിന് എനിക്ക് ബാക്കിയുള്ള 3 ഫോർ ട്രിപ്പിൾസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നാലാമത്തെ ഫോർ ട്രിപ്പിളിൽ എനിക്ക് ഫോം ചെയ്യാനായിട്ട് ബാക്കിയുള്ള 3 ഫോർ ട്രിപ്പിൾസ് മതി, നാലാമത്തെ ഫോർ ട്രിപ്പിളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ 3 ഫോർ ട്രിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് സ്പേസ് ഫോം ചെയ്യാം, സ്പാൻ ചെയ്യാം. ഓക്കെ, ദിസ് 3 വെക്ടേഴ്സ് ഫോം എ ബേസിസ് ഓഫ് സ്പാൻ എക്സ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. അപ്പം R4നെ ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ R4ൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം 4 ആണ്. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഡയമെൻഷൻ അവിടെ 3 എലമെൻറ്റ്സേ ഉള്ളൂ, നമുക്കറിയാം. അപ്പം R4ൻ്റെ ബേസിസ് ആകണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു എലമെൻറ്റ് കൂടെ കൂട്ടിച്ചേർക്കണം. R4ൻ്റെ ഡയമെൻഷൻ 4 ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ 3ലേക്ക് ഇതിനോട് ലീനിയർലി 3 ഫോർ ട്രിപ്പിൾസിനോട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫോർ ട്രിപ്പിളോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ കൂട്ടിച്ചേർത്ത് വെക്റ്റർ ഫോർ ട്രിപ്പിൾ എന്ന് പറയുന്നത് 0 1 1 0 എന്ന് പറയുന്ന ഫോർ ട്രിപ്പിളാണ് കൂട്ടിച്ചേർത്ത്. അപ്പോൾ അങ്ങനെ അത് R4ൻ്റെ ബേസ് ആയിട്ട് ഫോം ചെയ്യണം.